അത് നിനക്കുള്ള സമ്മാന. നിന്റെ മോൻ മണ്ണിൽ കളിച്ചതാ. ശനിയാഴ്ച വൈകുന്നേരം ആയി എന്ന് പറയാൻ തന്നെ എന്ത് രസമല്ലേ. കാരണം പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച അടിച്ചു പൊളിക്കാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ഷുപ്പൂട്ടൻ്റെ കുഞ്ഞാവ എനിക്ക് കൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. കാരണം ഇപ്പം നമുക്ക് പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അത് വെച്ച് കുഴയ്ക്കുക, എണ്ണയിൽ വറക്കുക, എന്നിട്ട് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കഴിയും. അതുകൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഷുപ്പൂട്ടൻ്റെ ബേബീനെ നോക്കുമ്പോഴത്തേക്ക് നല്ല ഉറക്കമാണ്. കൂട്ടത്തിൽ പേടിയില്ലാത്തവനാണിത്. അതുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് വന്നത്. എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കുക അവൻ ഉറങ്ങുന്നത് കാണാൻ. അപ്പോൾ ഇതേ എൻ്റെ ചേലുള്ള ഗുലാബ് ജാം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എന്താ സംഭവം, നമ്മുടെ ലിയക്കുട്ടൻ മണ്ണിൽ തകൃതിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണെന്നും നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അവനെ കുളിപ്പിക്കാൻ ചാൻസ് ഉണ്ടെന്നും അവൻ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. കാലിലെല്ലാം മണ്ണാക്കിയിട്ടുണ്ട്. അവസാനം അവനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സുന്ദരി കോത ലാവിക്കുട്ടി വന്നിട്ടുണ്ട്. ലാവിനെ ഇതിനൊന്നും കിട്ടില്ല. ലാവിൻ്റെ മേലെ മണ്ണാവുന്നതും പൊടിയാവുന്നതും ഒന്നും അവൾക്കിഷ്ടമല്ല. കാരണം അത് അവളുടെ സൗന്ദര്യത്തിനെ ബാധിക്കും. ഇനി നമുക്ക് ലിയക്കുട്ടൻ്റെ വൃത്തിയുള്ള ആ കാൽപാദങ്ങൾ കണ്ടാലോ. വാവ്, വണ്ടർഫുൾ. ഇത് ഞാൻ വൃത്തിയാക്കണം. എൻ്റെ ഒരു അവസ്ഥയെ. ഈ കഥ ഞാൻ രോഹിത്തിനോട് പറയാൻ ചെന്നാൽ രോഹിത്ത് പറയും ഞാൻ പച്ച കള്ളാണ് പറയുന്നതെന്ന്. ലാവിക്കാണെങ്കിൽ പറയാനും പറ്റില്ല. ആകെ മൊത്തം പെട്ടിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ഇവനെ തുടപ്പിച്ച പേപ്പറുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവിനായിട്ട്. ഇനി രോഹിത്ത് വന്നിട്ട് വേണം കാണിക്കാൻ. നിന്റെ മോൻ മണ്ണിൽ കളിച്ചതാ. നീ കളിച്ചോടാ. അതെ, കളിച്ചോ. ആ കളിച്ചോട്ടെ, പക്ഷെ അത് കഴുകി കൊടുക്കുക, കുളിപ്പിക്കലൊക്കെ നീ ചെയ്യണം. അതൊക്കെ തന്നെ ചെയ്യാം. നീ കാല് കണ്ടല്ലോ, എന്റെ കാല് കണ്ട നീ നല്ലല്ലേ. മണ്ണിലൊക്കെ മണ്ണിൽ ചവിട്ടി നടക്കണം. ആ ബെസ്റ്റ്, ആ ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. വെരി ഗുഡ്. ഇനി ചെയ്യണം കേട്ടോ, ഞാനുള്ളപ്പോൾ ചെയ്യരുത്. ആ അതെ അതെ. ലിയോന് നല്ല ബോധ്യമുണ്ടെന്ന് തോന്നുന്നു. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും രോഹിത്ത് വിശ്വസിക്കില്ല എന്ന്. അതുകൊണ്ട് അവസാനം തെറ്റെൻ്റെ ഭാഗത്ത് തന്നെ ആയല്ലോ. ആ വിഷമം മാറ്റാനായിട്ട് ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് ഗുലാബ് ജാമും മിക്സ് ചെയ്ത് നല്ലോണം അങ്ങ് മുണുങ്ങി കഴിച്ചപ്പം ഒരു മനസ്സുഖം കിട്ടി. അപ്പം ശരി.